ശ്രീ നേമം ഷജീർ, നേരത്തെ ശ്രീ പി കെ ഗോപൻ സംസാരിച്ചപ്പം പറഞ്ഞൊരു കാര്യമുണ്ട്, പരുത്തിങ്കാവിന്റെ കാര്യം. അവിടെ കഴിഞ്ഞ 10-ലധികം തവണ നോട്ടീസ് വന്നു, കോടതിയിൽ നിന്ന് ഇവർ ഒഴിപ്പിക്കണമെന്ന നോട്ടീസ് വന്നു, ഉന്നതിയിലെ ആളുകളെ മാറ്റണമെന്ന നോട്ടീസ് വന്നു. പക്ഷേ ഒരു പോലീസ് നടപടി, നിർബന്ധിതമായൊരു പോലീസ് നടപടി ഉണ്ടായിരുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നിങ്ങൾ അധികാരത്തിൽ വന്നു, മണിക്കൂറുകൾ തികഞ്ഞില്ല, അവിടെ ഉന്നതിയിലെ നിവാസികൾ പ്രയാസപ്പെടുന്ന ദൃശ്യങ്ങൾ, പോലീസ് അതിക്രമിച്ചു കയറാൻ ശ്രമിക്കുന്നത്, ആ ദൃശ്യങ്ങളൊക്കെ കേരളം ഇതുപോലെ കണ്ടതാണ്. അപ്പോൾ ഇവിടെയും ആഭ്യന്തരത്തിന്റെ നയം മാറുമോ എന്ന് ചോദിക്കുമ്പോൾ അതുകൂടി ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. അല്ല, അങ്ങനെയല്ലോ, ഇത് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. അങ്ങനെ ഒരു പോലീസ് അതിക്രമം അവിടെ ഉണ്ടായിട്ടില്ല. അവിടെ സംഭവിച്ചത് ഒരാൾ ജീവൻ എടുക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയപ്പോൾ അത് വെള്ളം കൊണ്ട് അതിനെ ശമിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ അത് അന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പ്രതിരോധിച്ചു. അങ്ങനെ ഒരു ചെറിയൊരു നേരിയ ഒന്നും തള്ളുമല്ലാതെ പോലീസ് അവരെ ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അതുമാത്രമല്ല, ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി തന്നെ അവിടെ നേരിട്ട് പോയി അവിടെ കുടിയൊഴിപ്പിക്കില്ല എന്ന് ഉറപ്പ് നൽകിയാണ്. 10 കൊല്ലം ഇടതുപക്ഷം ഭരിച്ചിട്ട് അങ്ങനെ ഒരു ഉറപ്പ് നൽകാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ഇപ്പോഴാണല്ലോ അധികാരം, നിങ്ങൾ പറഞ്ഞതുപോലെ 24 മണിക്കൂറിനകത്തൊരു മന്ത്രി പോവുകയും അവരവിടെ കുടിയൊഴിപ്പിക്കില്ല എന്ന് ഉറപ്പ് കൊടുക്കുകയും ഇനി കോടതിയിൽ സമീപിക്കാമെന്ന് ഒരു ഗവൺമെൻറ് ഉത്തരവാദിത്തത്തോട് പറഞ്ഞില്ലേ. അതിനേക്കാൾ വലിയ ഒന്നും ഇടതുപക്ഷം ചെയ്തിട്ടില്ലല്ലോ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പോലീസിൻ്റെ നടപടികൾ പോലീസിനെ അഴിച്ചുവിട്ടതൊക്കെ ഇടതുപക്ഷമാണ്. ഞങ്ങൾ ആരെയും അഴിച്ചുവിട്ടിട്ടില്ല, അവരെ നിയന്ത്രിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ നമ്മുടെ നയം തന്നെ നമ്മുടെ ഈ ഭരണമാറ്റത്തിലൂടെ വ്യക്തമാണ്. ഇവിടെ നിങ്ങൾ നോക്കൂ, പോലീസിൻ്റെ നിഷ്ക്രിയത്വം ആണ് ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യപ്പെടേണ്ടത്. ഇപ്പം കേവലം സമരക്കാരെ തല്ലുന്നു, മർദ്ദിക്കുന്നു എന്നുള്ളതിനപ്പുറം കേരളത്തിലെ പോലീസ് ഉത്തരവാദിത്തത്തോടുകൂടി എന്താണ് ഇവിടെ കേരളത്തിൽ ചെയ്തു എന്ന് ചെയ്യപ്പെടേണ്ട ഒരു കാലഘട്ടമാണ്. നിങ്ങൾ ഇപ്പോൾ ഈ പറയുന്നത് പോലെ നമുക്ക് എത്രയോ ക്രമസമാധാന തകർച്ച കേരളത്തിലുണ്ടായിട്ടുണ്ട്. ഞാൻ ഒരു 2 ഉദാഹരണം പറയാൻ ആഗ്രഹിക്കുന്നത്, ചെന്താമര എന്ന് പറയുന്ന ഒരു കുറ്റവാളി ഈ പാലക്കാട് കൊലക്കേസിൽ ശിക്ഷിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ ജയിലിൽ കിടക്കുമ്പോൾ ജാമ്യത്തിൽ ഇറങ്ങി വന്ന് വീണ്ടും കൊല ചെയ്യുന്നൊരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഈ പറയുന്ന ഇരയുടെ വീട്ടിനടുത്തേക്ക് പോകാൻ പാടില്ല എന്ന് കോടതി പറയുമ്പോൾ ഇരയുടെ വീട്ടിൽ പോകുമ്പോൾ ഇര പോലീസിനെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അന്ന് പോലീസ് ഈ പറയുന്ന ചെന്താമരയെ അറസ്റ്റ് ചെയ്ത് നിയമ നടപടി സ്വീകരിക്കാത്ത ചുമ്മാ ഇരുന്നത് കൊണ്ടാണ് വീണ്ടും ചെന്താമര പോയി കൊലപാതകം നടക്കുന്നത്. അതുപോലെ തന്നെ യദു കൃഷ്ണ എന്ന് പറയുന്നത് ഒരു ലഹരിക്ക് അടിമപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ഒരു വീട്ടിൽ കയറി 3 പേരെ തലക്കടിച്ചു വന്നു. ആ വീട്ടുകാർ നിരന്തരം പോലീസിനെ സമീപിച്ചിട്ട് പറഞ്ഞത്, ഞങ്ങൾ ഏത് സമയം വേണമെങ്കിലും വധിക്കപ്പെടാൻ സാഹചര്യമുണ്ട്, നമ്മളെ എപ്പോൾ വേണമെങ്കിലും കൊലപ്പെടുത്താൻ സാഹചര്യമുണ്ട്, രക്ഷിക്കണമെന്ന് പോലീസിനെ സമീപിച്ചിട്ട് ഈ പോലീസ് ഒരു നടപടി സ്വീകരിച്ചില്ല. അപ്പോൾ പോലീസിൻ്റെ കൃത്യനിർവഹണത്തിലുള്ള വീഴ്ച, ഇപ്പം ഈ സമരക്കാരെ തല്ലി എന്നുള്ളത് ഇപ്പം മുഖ്യമന്ത്രി മാത്രം സംരക്ഷിച്ചാൽ പോരല്ലോ, സാധാരണക്കാരുടെ ജീവനും അവർക്ക് സ്വത്തിനും അല്ലെങ്കിൽ അവരുടെ സമാധാനം ഉറപ്പുവരുത്തേണ്ട ഒരു പോലീസ് എങ്ങനെയാണ് കേരളത്തിൽ സഞ്ചരിക്കുന്നത് എന്ന് കൂടി ചോദ്യം ചെയ്യപ്പെടണം. നിങ്ങൾ നോക്ക്, താനൂരിൽ ജിഫ്രി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ഡാൻസ് ഓഫ് സ്ക്വാഡ് ക്രൂരമായി, ഈ പറയുന്ന സുജിത് ദാസിൻ്റെ നേതൃത്വത്തിലാണ് ഡാൻസ് ഓഫ് സ്ക്വാഡ് ക്രൂരമായി മർദ്ദിച്ച് അവസാനാക്കി ആ താനൂർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിടുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇത് പോലീസിൻ്റെ ക്രൂരമായ മർദ്ദനം ഉണ്ടായി എന്ന് ഒരു SI കൃഷ്ണലാൽ എന്ന് പറയുന്ന ഒരു SI തുറന്നു പറഞ്ഞതാണെന്ന് കേരളം കണ്ടത്. അങ്ങനെ ഈ പോലീസിൻ്റെ ക്രൂരമായ മർദ്ദനങ്ങളും ഈ രീതികളും തുറന്നു പറഞ്ഞ SIക്ക് സസ്പെൻഷൻ അല്ലെങ്കിൽ SI ഇന്ന് സർവീസിൽ പോലും ഇല്ല. അങ്ങനെ ഈ പോലീസിൻ്റെ സമീപനം ശരിയല്ല എന്ന് പറഞ്ഞവരൊക്കെ പുറത്താക്കുകയാണ് ഉണ്ടായത്. അപ്പം പോലീസ് ഒരു കാര്യം ചോദിച്ചോളൂ, ഇപ്പൊ താങ്കൾ കുറേ കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു. അപ്പൊ ഇത് 2023-ലാണ് ഈ ആലപ്പുഴയിലെ ഈ രക്ഷാപ്രവർത്തനം ഉണ്ടാകുന്നത്. 2022-ലാണ് കേരളത്തിൽ ധീരജ് എന്നൊരു വിദ്യാർത്ഥി കൊല്ലപ്പെടുന്നത്. 2022-ൽ അവിടെ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയും SFI പ്രവർത്തകരുമായ ധീരജ് കൊല്ലപ്പെടുക. ആ കേസിൽ 1-ാം പ്രതി നിഖിൽ പൈലിയാണ്. ഇന്ന് ആ നിഖിൽ പൈലി കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കൊക്കെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തെ DCC അംഗമായി തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഒരു കൊലപാതക കേസിലെ 1-ാം പ്രതി നിങ്ങളുടെ അംഗമാവുകയാണ് ഈ ദിവസം. അതിനെന്ത് മറുപടിയാണുള്ളത് ശ്രീ നേമം ഷജീർ? അല്ല, അത് ഞാൻ പറയും, കേരളത്തിൽ പിണറായി വിജയൻ്റെ പോലീസ് ഭരിക്കുന്ന സമയത്താണ് ആ സംഘർഷവുമായി ബന്ധപ്പെട്ട് നിഖിൽ പൈലി പ്രതികർക്കുന്നത്. അതിപ്പോഴും വിചാരണ നടക്കുന്നത്, അദ്ദേഹത്തെ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ കാരായ രാജനെ പോലെയുള്ള ആളുകൾ ഫസൽ വധക്കേസിലെ പ്രതിയാണ്. ഈ പറയുന്ന നിയമസഭയിൽ മത്സരിക്കാൻ അവസരം കൊടുത്ത ആളുകളാണ് കേരളത്തിലെ ഇടതുപക്ഷം എന്ന് പറയുന്നത്. ആന്റണി രാജുവിന് മത്സരിക്കാൻ അവസരം കൊടുക്കുന്ന സമയത്ത് കോടതിയിലെ തൊണ്ടി മുതൽ ഇല്ലാതാക്കിയതിൻ്റെ പേരിൽ, അത് ടാമ്പർ ചെയ്തതിൻ്റെ പേരിൽ അദ്ദേഹം പ്രതിയായിരുന്നു. വിചാരണ നേരിടുന്ന സമയത്താണ് ആന്റണി രാജുവിനെ മത്സരിപ്പിക്കുന്നത്. അപ്പം കേരളത്തിലെ മുഖ്യമന്ത്രി പോലും വാടിക്കൽ രാമകൃഷ്ണൻ കേസിലെ പ്രതിയായിരുന്ന സമയത്താണ് അദ്ദേഹം ഇതുപോലെ ജനപ്രതിയാവാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പം ഇടതുപക്ഷമാണ് ഇതുപോലെയുള്ള കുറ്റവാളികൾക്ക് പ്രോത്സാഹനം കൊടുക്കുന്നത്. അപ്പോൾ നിഖിൽ പൈലി എന്ന് പറയുന്ന സംഭവം ഞാൻ പറഞ്ഞത്, കേരളത്തിൽ ഉടനീളം കേരളത്തിൻ്റെ പോലീസ് നാരായിട്ട് ഈ യൂത്ത് കോൺഗ്രസ്സുകാർക്കെതിരെയും കോൺഗ്രസ്സുകാർക്കെതിരെയും കെട്ടിച്ചമച്ച കേസുകളുണ്ടാക്കി വേട്ടയാടുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അങ്ങനെ അല്ലാത്ത സാഹചര്യത്തിൽ പ്രതിയായവരെ മത്സരിപ്പിച്ചവരാണ് കേരളത്തിലെ ഇടതുപക്ഷം. അപ്പോൾ ഇദ്ദേഹം ശിക്ഷിക്കപ്പെട്ടിട്ട് നമ്മൾ മാറ്റി നിർത്തും.
ആരോപണം ഉണ്ടാകുന്ന സമയത്തൊക്കെ ഈ പറയുന്ന പോലെ CPM പോലെ സംരക്ഷിക്കുന്ന നിലപാട് നമ്മൾ എടുക്കാറില്ല. എപ്പോഴും പൊതുസമൂഹത്തിൻ്റെ നിലപാടിനനുസരിച്ച് കുറ്റക്കാർക്കെതിരെ അല്ലെങ്കിൽ ആരോപണം ഉണ്ടാകുന്ന സമയത്ത് തന്നെ നടപടിയെടുക്കുന്ന പാർട്ടിയാണ്. അത് പല ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ നടക്കുന്നില്ല. ഞാൻ ചോദിക്കുന്നത് കാരായ രാജനെ മത്സരിപ്പിച്ച് MLA ആക്കിയ പാർട്ടിയാണ് കേരളത്തിലെ അല്ല. ഞാൻ ചോദിക്കട്ടെ, വിചാരണ കോടതിയിൽ നടക്കുന്ന ഒരു അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഇപ്പൊ എനിക്കെതിരെ തന്നെ 100-ൽ പരം കേസുകളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, കൊലപാതക കേസിലെ പ്രതികളെ ആക്കിക്കൂടെ? കേരളത്തിലെ ഇടതുപക്ഷം പിണറായി വിജയൻ ഒരു പോലീസിനെ വെച്ച് എന്നെ പോലും കൊലക്കേസിലെ പ്രതികളായിക്കൂടെ? ഇപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ എന്നെ പോലും പോലീസ് ക്രൂരമായി പോലീസ് കസ്റ്റഡിയിൽ വെച്ച് എത്ര നാൾ മുമ്പ് മർദ്ദിച്ചിട്ടുണ്ട്. ഇപ്പോൾ തെളിവ് സഹിതം എനിക്ക് സർജറി നേരിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പിണറായി പോലീസിന് മുമ്പിൽ പരാതി കൊടുത്തിട്ട് 6 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഒരു FIR പോലും എടുത്തത്. അപ്പോൾ കേരളത്തിലെ പിണറായി വിജയൻ്റെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നീതിയും കിട്ടുന്നില്ല. നമ്മളെപ്പോലുള്ള അല്ലെങ്കിൽ പ്രതിപക്ഷത്ത് നിൽക്കുന്ന ആളുകൾക്കെതിരെ വേട്ടയാടുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. നിഖിൽ പൈലിയും അതുപോലെ വേട്ടയാടുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് കോടതിയിൽ നിന്ന് വിധി വരട്ടെ, ആ സമയത്ത് കൃത്യമായ നടപടി ഉണ്ടാവും. അപ്പോൾ വിചാരണ നേരിടുന്ന നിരവധി ആളുകളുണ്ട്.